ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചിക്കറിയാണ്. പുളിയിഞ്ചി അങ്ങനെ നമ്മളതൊക്കെ കൂട്ടിയിട്ടുണ്ട്, നമ്മൾ ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇഞ്ചിക്കറി ഇതുവരെ ആരും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല തേങ്ങയൊക്കെ വറുത്തരച്ച ഇഞ്ചിക്കറിയാണ്. അതിനാദ്യം നമ്മൾ ഇഞ്ചി കഴുകി ഇതൊക്കെ വട്ടത്തിൽ അരിഞ്ഞിട്ട് പിന്നെ ഇത് നമ്മൾ നുറുക്കി ചെറുത് പൊടിയായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കണം. നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിയായി അരിഞ്ഞെടുക്കുക. അങ്ങനെ നമ്മുടെ ഇത് ഇഞ്ചി നമ്മൾ നല്ല പൊടിയായിട്ട് ജാറിലിട്ട് നമ്മൾ ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല പൊടി നല്ല കരിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പൊടിയായിട്ട് അരിഞ്ഞെടുത്ത ഇഞ്ചി ഒരു പാത്രത്തിലിട്ട് മാറ്റിയിട്ട് നമ്മൾ നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ച് നമ്മളൊരു 5 മിനിറ്റ് വെക്കണം. നമ്മൾ ചൂടുവെള്ളം ഇഞ്ചിയിലിട്ട് ചേർത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് നമ്മൾ വെക്കണം, മൂടി വെക്കണം. നമുക്ക് തേങ്ങ വറക്കാം. ഈ ഒരു തേങ്ങ നമുക്ക് ചിരണ്ടി വറക്കണം. ഇതൊരു തേങ്ങ ചിരകിയ തേങ്ങയാണ്. ഇത് നമുക്ക് വറുക്കാനിടാം. ഇതിനകത്തോട്ട് ഒരു വറ്റൽമുളക്, ഒരു 2 കഷ്ണം ചെറിയ ഉള്ളി, ഇത്രയും കൂടി ഇട്ട് ഒന്നുകൂടെ വറക്കുക, നന്നായി വറക്കുക. ഇതിനകത്തോട്ട് നമ്മളൊരു ചെറിയ കഷ്ണം കായം, ഒരു കുഞ്ഞു കഷ്ണം, അതും കൂടി ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് വറക്കുക. തേങ്ങ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് ഇളക്കുക. അതിനുശേഷം നമുക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി നന്നായി ഇളക്കുക. 2 സ്പൂൺ മുളക് പൊടി, ഇത് എരിവുള്ള പൊടി ആയതുകൊണ്ട് 1 സ്പൂണേ ചേർക്കുന്നുള്ളൂ. ഇനി ഇത് നമുക്ക് വെള്ളം തൊടാതെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇനി നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിരുന്ന ഇഞ്ചി നമ്മൾക്ക് ഒരരിപ്പയിലേക്ക് ഒഴിച്ച് നല്ല പിഴിഞ്ഞെടുക്കണം. തേങ്ങ വറുത്ത അതേ ചട്ടിയിൽ തന്നെ നമുക്ക് ഇഞ്ചി വറുത്ത് പോരാം. നന്നായി പിഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിനുശേഷം വട്ടത്തിലരിഞ്ഞ പച്ചമുളക് ചേർക്കുക. നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മൾ നല്ല പൊടിയായി അരിഞ്ഞെടുത്ത ഇഞ്ചി നല്ല ബ്രൗൺ നിറമായിട്ട് നല്ല മൂത്തുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് വാളംപുളി വെള്ളം ഒഴിക്കാം. നമ്മൾ പുളിയിഞ്ചിക്ക് എടുക്കുമ്പോഴും അത്രയും വേണ്ട, അത്രയും പുളി വേണ്ട. അരപ്പ് നല്ലപോലെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. വെള്ളം തൊടാതെ അരച്ച അരപ്പാണ്. നമുക്ക് അരപ്പ് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുക. ഇതിനകത്തോട്ട് ആവശ്യമായ ഉപ്പ്, ശേഷം നമുക്ക് കുറച്ച് ശർക്കര ഞാനിവിടെ പൊടിയാണ് ചേർത്തിരിക്കുന്നത്, ശർക്കരപ്പൊടി. നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് ഇളക്കുക. നമുക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, 2 വറ്റൽമുളക്, ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. താളിച്ച് മിക്സറിയിലേക്കിടാം. ഒക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ശകലം വെള്ളമോട് ചേർത്ത് കുറച്ചുകൂടി കൊഴുപ്പ് കുറച്ചെടുക്കാം. ഞാനിതിപ്പോൾ ചെറിയൊരു കട്ടിയായിട്ടാണ് എടുത്തിരിക്കുന്നത്. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഭംഗിയായിട്ടിരിപ്പുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.